പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, as Paul was writing this epistle, പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, and Paul says to Timothy, തിമോഥെയോസേ നീ ഭയപ്പെടരുത്. do not be afraid, Timothy. പൗലോസും തിമോഥെയോസും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. They had a big relationship. തിമോഥെയോസിനെ സംബന്ധിച്ച് പൗലോസ് ഒരു അപ്പനായിട്ടാണ് കാണപ്പെടുന്നത്. Regarding Timothy, he was a father figure, ഒരു ആത്മീക അപ്പനാണ്, a spiritual father. തന്റെ മെന്ററാണ്, he was his mentor, തന്റെ ഗൈഡാണ്, he was his guide. അതുമാത്രമല്ല തന്റെ മിനിസ്ട്രിയിലെ കമ്പാനിയനാണ് പൗലോസ് എന്ന് പറയുന്നത്. It's also his companion in അപ്പോൾ ministry. എല്ലാ വിധത്തിലും തിമോഥെയോസും പൗലോസും തമ്മിൽ നല്ലൊരു ബന്ധമാണ്. So in every way they were very close. പൗലോസിന്റെ മിഷണറി യാത്രയിലാണ് ഈ തിമോഥെയോസിനെ കിട്ടുന്നത്. And in their ministry journeys they found each other. കിട്ടിയ അന്ന് മുതൽ ഈ പൗലോസ് തിമോഥെയോസിനെ കൊണ്ട് നടക്കുകയാണ്. And since that day they were together in their works. തിമോഥെയോസും അതുപോലെ തന്നെ പൗലോസിന്റെ കൂടെ നടക്കുകയാണ്. And Timothy followed Paul as well. അപ്പോൾ തിമോഥെയോസും പൗലോസും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. So Timothy and Paul had a good relationship. തിമോഥെയോസിനോട് പറയുകയാണ്, so Paul says to Timothy, മോനെ തിമോഥെയോസേ, Timothy, ആമേൻ, നിന്റെ അകത്തുള്ളത് ശക്തിയുടെ ആത്മാവാണ്. what you have inside you is the spirit of power. നീ ഭയപ്പെടരുത്. Do not be afraid. ഭീരുത്വത്തിന്റെ ആത്മാവ്. So the spirit of fear. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഭീരുത്വത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കാറുണ്ട്. Many times in our lives we have this power over us. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയത്തിന്റെ ആത്മാവ്. Spirit of fear. ഭയമില്ലാത്ത ആരുമില്ല. There's no one without fear. പല വിധത്തിൽ ഭയം ഉണ്ടാകാറുണ്ട്. Many different areas we have fear. തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്, throughout the Bible we can see, ആമേൻ, എവിടൊക്കെ ഭയമുണ്ടോ അവിടെ എല്ലാം ഹല്ലേലൂയ യേശു കർത്താവ് കടന്നു വന്ന് പറയുന്നു, ആമേൻ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Jesus comes to them and says, do not be afraid. നീ വെള്ളത്തിൽ കൂടി കടക്കും, പക്ഷേ വെള്ളം നിന്നെ മുക്കത്തില്ല. You may walk through the water but it will not consume you. നീ നദിയിൽ കൂടി കടക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നദി നിന്നെ ഒഴുക്കി കളയത്തില്ല. It will not set you apart. നീ തീയിൽ കൂടി കടക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. As you go through the fire it will not burn you. ആമേൻ. ദൈവവേദന നീ തീയിൽ കൂടി കടന്നാൽ, Dear child of God, if you're walking through നീ the fire, നദിയിൽ കൂടി കടന്നാൽ, if you're going through the water, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ, if you're going through the water, ആമേൻ, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നീ കടന്നാൽ, the shadow of the valley of death, അവിടെ ഒന്നും നീ ആമേൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. കാരണം യഹോവ എന്റെ ഇടയനാകുന്നു. ആമേൻ. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. കർത്താവ് നിന്റെ ഇടയനായതുകൊണ്ട്, യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്, യേശു നിന്റെ നാഥനായതുകൊണ്ട്, യേശു നിന്റെ ദൈവമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും ആമേൻ ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട. and the angel came to Maria and said, do not be afraid. ഹല്ലേലൂയ. അപ്പോൾ ഭയം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. So fear is a thing we all have as humans. അതിനുള്ള റെമഡി എന്ന് പറയുന്നത് ദൈവവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. And the remedy is in the word of God. ഹല്ലേലൂയ. ആമേൻ. എവിടൊക്കെ ഭയമുണ്ടോ അവിടൊക്കെ ഭയത്തെ നീക്കുന്ന ഒരു ദൈവത്തിന്റെ കരം വ്യാപരിക്കും. Wherever you have fear, the word of God will come back. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ, And if you look through the word of God, ഭയമുള്ള രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാൻ you can കഴിയുന്നു. see two people who had fear. ഒന്ന് ഏലിയാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ First is കഴിയുന്നു. Elijah. ഒന്ന് രാജാക്കന്മാർ 19:3. ഇസബേൽ പറയുകയാണ്, 24 മണിക്കൂറിനകത്ത് ആമേൻ, ഏലിയാവേ, നിന്നെ ഞാൻ കൊന്നുകളയും. ഏലിയാവ് എന്ന് പറയുന്ന ശക്തനായ So he പ്രവാചകനാണ്. was a mighty prophet. മുഖം നോക്കാതെ പ്രവചിക്കുന്ന He was മനുഷ്യൻ. a prophet who was not afraid. കൊട്ടാരത്തിൽ പോയി വരെ പ്രവചിക്കുന്ന മനുഷ്യനാണ് Went to the king's ഏലിയാവ്. palace and prophesied. ഏലിയാവിനെ പിടിക്കുവാൻ വേണ്ടി രാജാവും ആമേൻ സൈന്യവും ഒരുപോലെ ദേശം മുഴുവനും The അന്വേഷിച്ചതാണ്. king and the army tried to find Elijah, but they could not. അവിടെ ഏലിയാവിനെ പിടികിട്ടിയില്ല. And they could not catch him. ദൈവം അവനെ സൂക്ഷിച്ചു. God protected him. ആമേൻ. ദൈവത്തിന്റെ തീ ഉയരത്തിൽ നിന്ന് ഇറക്കിയ മനുഷ്യനാണ് ഏലിയാവ്. He was a man who brought down fire from heaven. ബാലിന്റെ 850 പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ മനുഷ്യനാണ് ഏലിയാവ്. Killed 850 prophets of Baal. പ്രാർത്ഥിച്ച് മഴയിറക്കിയ മനുഷ്യനാണ് He was a ഏലിയാവ്. man who prayed for the rain and it came down. പ്രാർത്ഥിച്ച് മഴയെ തടഞ്ഞ മനുഷ്യനാണ് He was a ഏലിയാവ്. man who stopped the rain with പക്ഷേ prayer. ഒരു സമയത്ത് തന്റെ ജീവൻ ഒരു ഭീഷണി വന്നപ്പോൾ താൻ ഭയപ്പെട്ടു പോയി. But at a certain time when his life was on the line, he was afraid. 24 മണിക്കൂറിനകത്ത് ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് ഏലിയാവിനോട് പറഞ്ഞപ്പോൾ അവൻ
ഭയപ്പെട്ടു പോയി. When he was threatened with life, he was afraid. ഭയപ്പെടുക മാത്രമല്ല, അവൻ ഓടുകയാണ് ചെയ്യുന്നത്. Not only that, he ran away. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള വിഷയങ്ങളുണ്ട്. Many times we see the same things in our life. പിശാച് നമ്മുടെ ജീവിതത്തിനെതിരെ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന Put certain things in our life. നമ്മൾ ഏറ്റവും പ്രിയപ്പെടുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ടാക്കി നമ്മളെ ഭയപ്പെടുത്തുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. The people and things we love the most, they put certain things between us. അത് രോഗമായിട്ടോ, maybe a sickness, കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ടോ, maybe the issue of your children, ജോലിയോടുള്ള ബന്ധത്തിലോ, maybe your job, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലോ, maybe your family, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കടന്നു വരുന്ന വിഷയങ്ങളുണ്ട്. things that make you afraid. പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് This is what he does. നിങ്ങളെ തകർക്കുക എന്നുള്ളതാണ്, to destroy you, നിങ്ങളെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്, to make you tired. അതിനുവേണ്ടി വിവിധ വഴികളാണ് അവൻ ഉപയോഗിക്കുന്നത്. He uses many ways to do that. നിങ്ങളെ ഭയപ്പെടുത്തും, and make you afraid. പെട്ടെന്നായിരിക്കും ഭയം കടന്നു വരുന്നത്. Suddenly comes into your heart. എന്റെ ഭാവി എന്തായി തീരും? What will be of my future? ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? Is this right what I'm doing? എന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ? Are my choices right? എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടോ? Have I failed in life? ഹല്ലേലൂയ. ഈ രോഗം ഒരു തകർച്ചയ്ക്ക് വേണ്ടിയാണോ? Has this sickness caused me to fail? ഈ രോഗം ഒരു മരണത്തിനായിട്ടാണോ? Is this going to cause me to die? ഈ പ്രശ്നം എന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ? Will this push me into financial deficit? ഈ വിധത്തിലുള്ള നൂറുകണക്കിന് വിഷയങ്ങളാണ് നമുക്കെതിരെ ഭയമായി ശത്രു കൊണ്ടുവരുന്നത്. So hundreds of things that come against us. പലപ്പോഴും നമ്മൾ ഇതിൽ പരാജയപ്പെടാറുണ്ട്. Many times we fail in front of these. പലപ്പോഴും അതിൽ നമ്മൾ ഭ്രമിച്ചു പോകാറുണ്ട്. We were afraid. എന്റെ കാര്യം എന്തായി തീരും? What will be of me? എന്റെ ഭാവി എന്തായി തീരും? What will my future look like? എന്റെ ജീവിതം എന്തായി തീരും? What will my life look like? എന്റെ ജോലി എങ്ങനെയായി തീരും? What will my job look like? എന്റെ തലമുറകളുടെ ഭാവി എങ്ങനെയായി തീരും? What's the future of my children? ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. And here the word of God says, ഭയപ്പെടേണ്ട. do not be afraid. ഭയപ്പെടേണ്ട. Not be afraid. ഞാൻ നിന്നോട് കൂടെയുണ്ട്. For I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am with you. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? God is with you. How many of you believe it? പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. So again, his tactic is to make us afraid. എന്നാൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നതാ. But Paul says to Timothy, തിമോഥെയോസേ, dear Timothy, നിന്റെ അകത്ത് ഭയമുണ്ടെങ്കിൽ, if you have fear in your നീ ഒരു heart, കാര്യം മനസ്സിലാക്കണം. you must understand നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. you have a power inside. നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. You have a power inside. ആ ശക്തി ഉയരത്തിലെ ശക്തിയാണ്. And is one of the above. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാ. And Jesus says to his നിങ്ങൾ disciples, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന് വെച്ചാൽ, ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, നിന്റെ അകത്ത് ഒരു ശക്തിയുണ്ട്. നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. ഈ നാളുകളിൽ അകത്തുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ അടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, ഭയം നിന്റെ അടുത്ത് വരുത്തില്ല. ഭയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. and these days, if you're willing to pray and grow closer to God, fear will not enter your heart. ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെന്ന നിലയിൽ തിമോഥെയോസിന്റെ അകത്തേക്ക് ഭയം വന്നു. As a man, he had fear in his heart, Timothy. എന്നാൽ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, But Paul reminds him, ആമേൻ, നിന്റെ അകത്ത് ശക്തിയുണ്ട്. you have the power inside. ഹല്ലേലൂയ. അത് ഉയരത്തിലെ ശക്തിയാണ്. And it's one from heaven. അത് സാധാരണ It's ശക്തിയല്ല. not the ordinary. ആ ശക്തിയെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുന്നത്. The Bible says, ഈ അത്യന്ത ശക്തി നിങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് അത് നിങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ഒരു ഉയരത്തിലെ ശക്തിയുണ്ട്. hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം മറ്റൊരു ഭാഗത്ത് എഫെസ്യർ 1:18 പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. നിനക്കെതിരെ ഭയം കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്, നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി ഈ ഭയത്തെ പുറത്താക്കുന്നതാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah.
Hallelujah. Hallelujah, 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 hallelujah. Oh, Shadhana Radhana Hasana Jana Alkene Sharadhana Riasya വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. You have a power inside of you. നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. Hallelujah. നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. You have power. എന്റെ അകത്ത് ശക്തിയുണ്ടെന്ന് പറഞ്ഞാട്ടെ. You have power. എന്റെ അകത്ത് ശക്തിയുണ്ടെന്ന് പറഞ്ഞാട്ടെ. എൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. അത് ആമൻ മാനുഷിക ശക്തിയല്ല, എൻ്റെ കഴിവിനോടുള്ള ബന്ധത്തിലുള്ള ശക്തിയല്ല, എൻ്റെ കാശിനോടുള്ള ബന്ധത്തിലുള്ള ശക്തിയല്ല. എൻ്റെ അകത്തെ ശക്തി അത് ആത്മാവിൻ്റെ ശക്തിയാണ്. അത് ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഇന്ന് പകൽക്കാലം ചിലരെ ജീവിപ്പിക്കുന്നതാണ്. അവൻ ചിലർക്ക് ജീവൻ തരുന്നതാണ്. ചില ഭയങ്ങൾ നിങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കളയുകയാണ്. Hallelujah, hallelujah, hallelujah. ആമേൻ. 1 യോഹന്നാൻ 4:18 ഒന്ന് വായിച്ചാട്ടെ. 1 John 4. 1 യോഹന്നാൻ 4:18. 1 John 4:18. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ, പ്ലീസ് റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. 1 John chapter 4 verse 18. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ തികഞ്ഞവരല്ല. If there is no fear in love, but perfect love casts fear. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ സ്നേഹത്തിൽ തികഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് ഭയമുണ്ടാകത്തില്ല. If you're perfect in love, there will be no fear in your heart. ആമേൻ, ഹല്ലേലൂയ. ഒരു അപ്പന്റെ കരത്തിലിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ ചുറ്റുപാടും വരുന്ന ഒരു വിഷയങ്ങളെ സംബന്ധിച്ചും അത് ബോധരല്ല. ആമേൻ. ഒന്നിനെ കുറിച്ചും അത് ഭാരപ്പെടുന്നില്ല. A child in his father's hands is not bothered about the things around him. കാരണം ആമേൻ അതിന്റെ ആ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അപ്പന്റെ കരത്തിലാണ്. And his surety is that it's in his father's hands. ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പന്റെ കരത്തിലാണ് നിങ്ങളെന്നുള്ള ബോധം നിങ്ങളെ ഭരിച്ചാൽ ആമേൻ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടത്തില്ല, ഭയപ്പെടുവാൻ കാരണമില്ല. And if you have the surety that you're in your father's hands, you will not have to be bothered. ആമേൻ. ഇവിടെ പറയുന്ന തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. And here it says perfect love casts out fear. ഹല്ലേലൂയ. അകത്തേക്ക് ഭയം വരാനുള്ള സാധ്യതയുണ്ട്. There are chances fear may come to you. അകത്ത് ഭയം ആമേൻ അത് വലുതാകാനുള്ള സാധ്യതയുണ്ട്. May grow in your heart. എന്നാൽ അകത്തൊരു തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ, But if you have the perfect love, അകത്ത് ശക്തിയുടെ ആത്മാവുണ്ടെങ്കിൽ, and if you have the spirit of love, ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിന്നെ ഭയം പിടിക്കത്തില്ല? hallelujah. നിന്നെ ഭയം പിടിക്കത്തില്ല. ആമേൻ. നിന്നെ ഭയം പിടിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഭയത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ആമേൻ, നിന്നെ ഭയം പിടിക്കത്തില്ല. കാരണം നിന്റെ അകത്ത് ശക്തിയുടെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. നിന്റെ അകത്ത് ശക്തിയുടെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർ, ഏറ്റെടുക്കുന്നവർ ആമേൻ ഒന്ന് തിരിച്ചറിഞ്ഞ ആത്മാവിൽ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്ന് ആരാധിച്ചാട്ടെ. ആമേൻ. നിന്റെ അകത്ത് ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആമേൻ ഭയത്തെ പുറത്താക്കാൻ കഴിയും. ഭയത്തിന് ശക്തിയെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ലമറശരധന ഓ ശബര ഹദുര ജനവല ഹന്ദര അൽഗല ധനധന ഹദന ധിരാശര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും നമ്മൾ ഭയപ്പെടണ്ട. There's no need to be afraid. ഒന്നിനെ കുറിച്ചും ഭയപ്പെടണ്ട. No need to be afraid. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. Because God is with you. ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. And his power is within you. ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. And his presence comes with നീ you. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ And as you go through water, വെള്ളം നിന്നെ it will മുക്കിക്കളയത്തില്ല. not drown you. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. And the fires will not consume you. ശദ്രക്ക് മേശക്ക് അഭേദനകവും അഗ്നിജ്വാലയ്ക്കകത്തേക്ക് വീണു. When Shadrach, Meshach and Abednego went through the fire, അവർ വീണില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ വീണില്ല എന്ന് ഞാൻ they did പറയുന്നില്ല. not fall. വീഴേണ്ട സാഹചര്യം വന്നു. There are chances that they might have fell. അവരിപ്പോൾ തീയിലാണ്. They're in the fire. അവരിപ്പോൾ തീയിലാണ്. They're in the fire. ഹല്ലേലൂയ. അവൻ തീയിലാണെങ്കിൽ അവർ വെന്തു പോകുന്നില്ല. And they'd not be consumed by the fire. അവരുടെ ശരീരത്തിന് യാതൊരു കേടും There was ഉണ്ടാകുന്നില്ല. nothing, no harm on their body. അവരുടെ രോമം And കത്തിപ്പോകുന്നില്ല. their hairs were not burnt. അവരുടെ വസ്ത്രം കരിഞ്ഞു പോകുന്നില്ല. The garments would not അവർ burn. തീയിൽ
നിൽക്കുകയാണ്. They were in the fire. അവർ തീയിൽ They നടക്കുകയാണ്. were walking through the fire. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? Why? ആമൻ നാലാമതായിട്ട് വേറെ ഒരുത്തൻ അവരോട് കൂടെ അവിടെ നടക്കുന്നുണ്ട്. Because there was another person with them. ഒരുപക്ഷെ നീ തീയിലായിരിക്കാം. You may be in the fire. ആമൻ നീ ഒരു You പ്രശ്നത്തിലായിരിക്കാം. may be in a problem. നീ ഒരു വലിയ A പ്രശ്നത്തിലായിരിക്കാം. massive problem. എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ നീ തകർന്നു And പോകാത്തത്? you will not be destroyed. എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ ആ തീയിൽ നീ You കത്തിപ്പോകാത്തത്? will not be burnt. ആമൻ അതിന്റെ കാരണം ഒന്ന് തന്നെയാ, ഒന്ന് മാത്രമാണ്. അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്. And the one reason for that. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കുന്ന ഒരു യേശുവുണ്ട്. Because Jesus walks with you. നിന്റെ അകത്തുള്ള ഒരു യേശുവുണ്ട്. Jesus walks with you. നിന്റെ കൂടെ നടക്കുന്ന ഒരു യേശുവുണ്ട്. Jesus walks ആ with you. യേശു ഇന്നും നിന്റെ കൂടെയുണ്ട്. He's still with you അവൻ today. ഇന്നലെയും നിന്റെ കൂടെ He was ഉണ്ടായിരുന്നു. with you yesterday. അവൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. Still with you അവൻ today. നാളെയും നിന്റെ കൂടെയുണ്ട്. Tomorrow as well. ഹല്ലേലൂയ. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും മാറാത്തവനാണ്. അവന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? അധാരമാന ശരധന അർധര ബൽഗമാന ശരധന അർധര. യേശു നിന്റെ കൂടെയുണ്ട്. Jesus യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. ആൽഗമാന ശന്ധര. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ തികഞ്ഞ സ്നേഹം എന്താ സംഭവിക്കുന്നത്? ഭയത്തെ പുറത്താക്കി. So again, perfect love casts fear. ആമേൻ. ഭയം കടന്നു വരുമ്പോൾ As fear comes into your ആ heart, ഭയത്തെ തിരിച്ച് റിജക്റ്റ് ചെയ്യണം. you have to reject that fear. ഹല്ലേലൂയ. ഭയത്തെ അകത്തേക്ക് കയറ്റുവാൻ നമ്മൾ അനുവദിക്കരുത്. Do not let that fear enter your heart. ഏതൊരു വിഷയവും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്, അത് പുറത്തു നിന്നാണ് വരുന്നത്. Every fear that you have comes from out. ആമേൻ ഹല്ലേലൂയ. അത് പുറത്തു നിന്നാണ് വരുന്നത്. It comes externally. അത് നമ്മുടെ ചെവിയിൽ കൂടി കയറാനുള്ള സാധ്യത, It comes through your ears, നമ്മുടെ കണ്ണിൽ കൂടി കയറാനുള്ള through your സാധ്യത, eyes, ആമേൻ നമ്മുടെ ചിന്തകളിൽ കൂടി കയറാനുള്ള through your സാധ്യത. thoughts. ആമേൻ ഹല്ലേലൂയ. പുറത്തു നിന്നാണ് ഈ വിഷയങ്ങളെല്ലാം കയറി വരുന്നത്. Comes externally. ആമേൻ. പുറത്തുനിന്ന് വരുമ്പോൾ അകത്തേക്ക് കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. Do not let those things affect you. ആമേൻ. ഒരു പരാജയത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, If you hear the negativity, ആ കേൾക്കുമ്പോൾ തന്നെ അതിൽ കൂടിയൊരു ഭയമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പുറത്താക്കണം. if you have some fear, you have to let that out. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. Your God is with you. എന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. Power of God is with you. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി You കടക്കാം. shall jump mountains. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ You പാഞ്ഞു ചെല്ലാം. shall face armies. ദൈവം എന്റെ ദീപമാകുന്നു. He is your light, ദൈവം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. and He will make your darkness shine. ആമേൻ. യേശു എന്റെ കൂടെയുണ്ട്. Jesus with you. യേശു എന്റെ പടകിലുണ്ട്. Jesus in your പടക് boat. ഒരു വേള ആമേൻ ആമേൻ ഒന്ന് ആടിയാലും, And even if that boat shakes, ഹല്ലേലൂയ, ആമേൻ, ഒരു വേള മുങ്ങുവാൻ തക്കവണ്ണം കുലുങ്ങിയാലും and if it may fall, ഞാൻ ഭയപ്പെടത്തില്ല. do not be afraid. കാരണം യേശു എന്റെ ബോട്ടിലുണ്ട്. Because Jesus with you. ഹല്ലേലൂയ. അപ്പോൾ ഭയം കടന്നു വരുമ്പോൾ ആമേൻ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കണ്ണുകളിൽ കൂടിയോ ചെവികളിൽ കൂടിയോ കടന്നു വരുമ്പോൾ ആമേൻ നമ്മൾ അതിനെ റിസീവ് ചെയ്യരുത്. And as these fears come into your heart, do not receive them. പലപ്പോഴും നമ്മൾ അത് റിസീവ് ചെയ്ത് അതിനെ വളരുവാൻ നമ്മൾ അനുവദിക്കുന്നു. Many times you let them grow in your heart. ഒരു ഭയത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ When you hear a word of fear, നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്നു, you receive them അത് വളരുവാൻ നമ്മൾ അനുവദിക്കുന്നു. and you let them grow. ഹല്ലേലൂയ. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ തന്നെയും, Even if you're the child of God, നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ and തന്നെയും, if you're a man of God, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ even തന്നെ if you're a person who worships, പിശാച നിങ്ങളുടെ മുമ്പിൽ ആമൻ വാതിലുകൾ നോക്കിയിരിക്കുകയാണ്. and he's looking for opportunities to enter your heart. ഹല്ലേലൂയ. ഒരു ഭയത്തിന്റെ വാക്ക് ഒരു വാതിലാണ്. And the fear is the door. ആമൻ. ആ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ And as you open that door, ആ ഭയത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു. the voice enters your heart. ആമൻ. ആ ശബ്ദം ഉള്ളിലേക്ക് കയറിയാൽ, As that voice enters your heart, ആമൻ, അത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, you start to think on it, അല്ലെങ്കിൽ അതിന് നിങ്ങൾ സ്ഥലം and കൊടുക്കുമ്പോൾ you give place for it, അത് വളരുവാൻ തുടങ്ങുന്നു. and it starts to grow, ഹല്ലേലൂയ. അത് വളർന്ന് ഒരു വൃക്ഷമായിട്ട് and it മാറുന്നു. grows into a massive tree. ആമേൻ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, But let me tell you, ആമൻ, ആ വാക്ക് കേൾക്കുമ്പോൾ, as you hear that ആ word, കാഴ്ച കാണുമ്പോൾ, as you see that ആ sight, ശബ്ദം കേൾക്കുമ്പോൾ, as you hear that ആ voice, ചിന്ത വരുമ്പോൾ, as that thought comes to അതിനെ you, നിങ്ങൾ അനുവദിക്കരുത്. do not let them. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? Raise your hands and praise the Lord. ഹല്ലേലൂയ. Hallelujah. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Perfect love casts out. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വ്യക്തി ഭയപ്പെട്ട ഒരു ശക്തനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. So the first man who was afraid was Elijah. രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം. And the second man was നെഹമ്യാവിന്റെ പുസ്തകം 6:10-11 വാക്യങ്ങൾ. Nehemiah 6, verse 10 and 11.
മതി. ഹല്ലേലൂയ. നെഹമ്യാവ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. So Nehemiah was not an ordinary man. രാജകൊട്ടാരത്തിൽ ഒരു ഹയർ പൊസിഷൻ, ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗം വഹിക്കുന്ന ഒരു ഹയർ ഒഫീഷ്യൽ ആയിരുന്നു നെഹമ്യാവ്. He was an official in the king's palace. നെഹമ്യാവിനോട് ദൈവം അവന്റെ ഹൃദയത്തിൽ തോന്നൽ കൊടുത്തു, യെരൂശലേമിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്, അത് പണിയുവാൻ വേണ്ടി നീ പോകണം എന്നുള്ള തോന്നൽ ഹൃദയത്തിൽ നെഹമ്യാവിന് കൊടുത്തു. And God gave the thought to Nehemiah to build the walls. ആമേൻ. ആ ശബ്ദം കേട്ടുകൊണ്ട് നെഹമ്യാവ് യെരൂശലേമിലേക്ക് വരികയാണ്. And he heard that voice, went to Jerusalem യെരൂശലേമിലേക്ക് വന്ന് മതിൽ പണിയുവാൻ തുടങ്ങിയപ്പോൾ and started building the temple. ശത്രുക്കൾ അവനെതിരെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. There were many enemies that came against him. അവനെ കൊല്ലുവാൻ ആളുകൾ വന്നു. To people to come to kill him. ആമേൻ. ഒരാൾ പറയുകയാണ്, ആമേൻ, നിന്നെ കൊല്ലാൻ ആൾ വരികയാണ്. Someone said, you're going to kill you. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ നെഹമ്യാവിന്റെ പ്രതികരണം ഇതാണ്. His reaction was, ആമേൻ, ഞാൻ ഓടിപ്പോകത്തില്ല. I will not run away. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് ഏലിയാവിനെ നമ്മൾ കാണുന്നു. We see Elijah in a different part. ശക്തനായ പ്രവാചകൻ, He's a mighty prophet, ശക്തനായ അഭിഷിക്തൻ. strong prophet. എന്നാൽ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ ഓടിപ്പോയി. But as soon as he heard a word, he ran away. എന്നാൽ ഇവിടെ മറ്റൊരു ശക്തനായ മനുഷ്യൻ, But again, another man of God. മതിൽ പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ശക്തനായ ഒരു മനുഷ്യൻ, He's a man God used. അവനെതിരെ ഒരു വാക്ക് വന്നപ്പോൾ And something came against him. ആമേൻ. ഹല്ലേലൂയ. അവൻ പറയാണ്, ഞാൻ ഓടിപ്പോകത്തില്ല. He said back, I will not അവൻ run. ഇതിലേത് സ്റ്റാൻഡാണ് നിങ്ങൾ എടുക്കുന്നത്? Which stand will you take? ഹല്ലേലൂയ. രണ്ടും നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. These choices are before you. രണ്ടുപേരോട് പറഞ്ഞത് നിന്നെ കൊന്നുകളയുമെന്നാണ്. The same thing was said to both of them. ജീവനേക്കാൾ പ്രാധാന്യമേറിയ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. There's nothing more valuable to us than our lives. എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യും. Every other thing we make happen somehow. എന്നാൽ വ്യക്തിപരമായ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. But when something comes that we may lose our lives, there's nothing bigger. ഇവിടെ നെഹമ്യാവിന്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. There was a scenario that his life was going to be taken. ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം. That Nehemiah's life was going to be taken. അതിന്റെ മുമ്പിൽ നെഹമ്യാവ് പറയുകയാണ്, But he says before them, ഞാൻ ഓടിപ്പോകത്തില്ല. I will not run away. 11ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? Can you read verse 11? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മതി, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? Verse 11 says, should a man such as me, such as I flee? ഹല്ലേലൂയ. എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? Should a man such as I flee? ഞാൻ ഓടിപ്പോകയില്ല. I will not run away. ഞാൻ ഓടിപ്പോകയില്ല. I will not run away. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക. And where God has put you, you must stand firm. നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. And in the faith you must stand firm. നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന പൊസിഷനിൽ ഉറച്ചു നിൽക്കുക. Your positions you must stand firm. ദൈവമാണ് നിന്നെ നിർത്തിയതെങ്കിൽ, If it's God who's kept you, ദൈവമാണ് നിന്നെ കൊണ്ടുവന്നതെങ്കിൽ, if it's God that brought you, ദൈവം നിന്നെ ഉറപ്പിച്ചതെങ്കിൽ, if it's God who brought you, ദൈവത്തിന് നിന്നെ നിലനിർത്തുവാൻ കഴിയും. He is capable to provide. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. It's not you but him. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. Not you but him. നീ നേടിയതല്ല, ദൈവം നിനക്ക് വേണ്ടി തന്നതാണ്. It's not what you achieved but him giving it. അതുകൊണ്ട് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക. So you must stand strong in the positions. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഓടിപ്പോകുന്നവരിൽ ദൈവത്തിന് പ്രസാദമില്ല. And those who run away God dislikes. നെഹമ്യാവ് പറയാണ്, ഞാൻ ഓടിപ്പോകത്തില്ല. And Nehemiah said, I will not run away. പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, Let them come. പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, Let the problems come. പോരാട്ടങ്ങൾ കടന്നു വരട്ടെ, Let the fights come. വെല്ലുവിളികൾ കടന്നു വരട്ടെ. Let the threats come. അതൊരു പക്ഷേ ജോലിയിലായിരിക്കാം, Maybe your job. ഒരുപക്ഷെ കുടുംബ വിഷയത്തിലായിരിക്കാം, These things be in your family. ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിലായിരിക്കാം, Your spiritual life. ഒരുപക്ഷെ ആത്മീക ശുശ്രൂഷയിലായിരിക്കാം. Your ministry. എവിടെയായിരുന്നാലും, No matter where എവിടെയായിരുന്നാലും, it is. ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കണം. Trust in God and be firm. നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ And if you're willing to do so, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാം. His hand will be for you.